മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ ആർക്കും ക്ഷണം ആവശ്യമില്ലെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. മുഗൾ ഭരണകാലത്തും കോൺഗ്രസ് ഭരിക്കുമ്പോഴും കുംഭമേളകൾ നടക്കാറുണ്ടെങ്കിലും ഇത്തവണത്തെ കുംഭമേള എല്ലാ അർത്ഥത്തിലും വ്യത്യസ്തമെന്നും അമിത്ഷാ പറഞ്ഞു. ഹിന്ദു എന്ന് പറയാൻ ബുദ്ധിമുട്ടിയിരുന്ന കാലം മാറി. അഭിമാനത്തോടെ ഹിന്ദു എന്ന് പറയാൻ പ്രചരിപ്പിച്ച കാലമാണ് കടന്നുപോയ 10 വർഷങ്ങളെന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞു. 144 വർഷങ്ങൾക്കിപ്പുറം നടക്കുന്ന മഹാകുംഭമേള എല്ലാ അർത്ഥത്തിലും പുണ്യമാണ്. സ്വയം ശുദ്ധീകരിക്കാൻ എല്ലാവരും കുംഭമേളയിൽ പങ്കെടുക്കണം. മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ ആർക്കും ആരുടെയും ക്ഷണം വേണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. മഹാകുംഭമേള നിയന്ത്രിക്കുന്നത് സർക്കാരാണോ എന്ന് ചോദിച്ചവരോട് രാമസേതു നിർമ്മിക്കുന്നതിൽ അണ്ണാൻ നൽകിയ സംഭാവന പോലെ നിസ്സാരമാണ് സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങളെന്ന് മറുപടി നൽകിയതായി അമിത്ഷാ പറഞ്ഞു. മുഗൾ ഭരണകാലത്തും കോൺഗ്രസ് ഭരിക്കുമ്പോഴും കുംഭമേളകൾ നടക്കാറുണ്ടെങ്കിലും ഇത്തവണത്തെ മഹാകുംഭമേള എല്ലാ അർത്ഥത്തിലും മികച്ചതാണെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞു. अनेक एम्बेसडर जोड़े मारे बात थई कि हमने आमंत्रण पत्र જોઈએ છે. मैं એમને સમજાવ્યું કે કુંભ એવો મેળો છે જેની કોઈ નિમંત્રણ પત્રિકા જ નથી. ગ્રહોની સ્થિતિ આવતાની સાથે જ કરોડો લોકો આવે છે. એ લોકો આશ્ચર્યચકિત થઈ જાય છે. કોઈ નિમંત્રણ વગર 40 કરોડ લોકો એક જગ્યાએ આવે. વ્યવસ્થા કોણ કરે? मैं कुछ सरकार જે વ્યવસ્થા કરે એ વ્યવસ્થા રામ સેતુમાં ખિસકોલીની મદદ જેટલી હોય. સરકારી વ્યવસ્થાના આધાર પર આ કુંભ નથી ચાલતો. અનેક સંતો, મહંતો, ધાર્મિક જનો, ધાર્મિક સંસ્થાઓ આ કરોડો લોકોના રહેવાની વ્યવસ્થા અને કુંભમાં ગયેલો કોઈ પણ વ્યક્તિ હોટલમાં નથી રોકાતો. ત્યાં ટેન્ટમાં ઠંડીમાં જમીન પર સૂઈ ત્યાં ഗംഗാ സ്നാൻ કરવા માટે લોકો જાય છે. ഹിന്ദു എന്ന് പറയാൻ ബുദ്ധിമുട്ടിയിരുന്ന കാലം മാറി. അഭിമാനത്തോടെ ഹിന്ദു എന്ന് പറയാൻ പ്രേരിപ്പിച്ച കാലമാണ് കടന്നുപോയ 10 വർഷങ്ങൾ. ക്ഷേത്രങ്ങളും വിഗ്രഹങ്ങളും വീണ്ടെടുക്കുന്നു. പലരും തൊടാൻ മടിച്ച വിഷയങ്ങളെ രാജ്യത്തിന് ഗുണകരമായി മാറ്റാൻ കഴിഞ്ഞത് നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്താണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അഹമ്മദാബാദിൽ ഹിന്ദു സ്പിരിച്വൽ ആൻഡ് സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് സംഘടിപ്പിച്ച മേള ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അമിത്ഷാ. ജനം, ഡൽഹി.